നമ്മൾ രാവിലെ തന്നെ ഈ തട്ടിയിൽ നല്ല ചേച്ചിയുടെ കയ്യിൽ നല്ല പിടയ്ക്കണ കരിമീനാണ് കേട്ടോ മേടിച്ചത്. നല്ല നാടൻ കരിമീൻ. കരിമീൻ മേടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് എല്ലാവർക്കും അറിയുമെന്നറിയില്ല. ഞാൻ 1 കിലോ മേടിച്ച്. നമ്മൾ 1 കിലോ മേടിച്ച് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങൾ വരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരഞ്ഞാലേ നമുക്ക് ആ മസാലകളൊക്കെ അതിൽ പിടിക്കുള്ളൂ. നല്ല സെറ്റായിട്ട് വരഞ്ഞിട്ടുണ്ട് കണ്ട. അത് നല്ല വൃത്തിയിൽ കഴുകി ഇങ്ങനെ എടുക്കുക. നമ്മൾ എന്നിട്ട് ആ ചട്ടിയിലാണ് മീൻ കറി ഉണ്ടാക്കാൻ പോണേ കേട്ടോ. നമ്മൾ എപ്പോഴും ആ ചട്ടിയിലാണ് മീൻ കറി ഉണ്ടാക്കാറ്. അങ്ങനെ ആ ചട്ടി നമ്മൾ കഴുകിയെടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കുവാണ്. അങ്ങനെ ലൈറ്റർ ഓണാക്കി ആ ചട്ടിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഇത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം വറ്റുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് പോകണം. ഇതിൽ നമുക്ക് ഇടാനുള്ളത് ചെറുള്ളി, പച്ചമുളക്, തക്കാളി, മുളക്, മഞ്ഞൾ, കറിവേപ്പില, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല, അത്യാവശ്യം നമുക്ക് വേണ്ട പാകത്തിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചെറുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമുക്കങ്ങോട്ട് ശരിക്കും ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വന്നവരെ ശരിക്കും നമുക്ക് ഇളക്കാം. തക്കാളി അതിന് ശേഷം ഇട്ടാൽ മതി. നമുക്ക് ആദ്യം ചെറുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ഞാനിപ്പോൾ വലിപ്പം കൂടി അരിഞ്ഞങ്ങനെ നിങ്ങൾ ഇഷ്ടത്തിന് അരിയാം കേട്ടോ. അത്യാവശ്യം വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞ് വെച്ചാൽ കുനുകുനാന്നരിയണമെങ്കിൽ കുനുകുനാന്നരിയാം. എന്നിട്ട് അത് നല്ല ഇട്ട് വാടണ വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അത്യാവശ്യം അത് നന്നായിട്ട് വാടണം. നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഒരുവിധം വാടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇത്തിരി ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇളക്കാം നമുക്ക് വൃത്തിയിൽ. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിം കുറച്ചിട്ടല്ലോ, ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇളക്കണം. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറിവേപ്പില നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. എൻ്റെ കമ്പും കാര്യങ്ങളൊക്കെ ഞാൻ അതിലിടും. കറിവേപ്പിലയുടെ അത് ഉൾപ്പെടെയാണ് അതിലേക്ക് ഇട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ചരസമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനൊരു സ്പൂൺ മുളക് പൊടി ഇടണുള്ളൂ. അധികം പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഒരുപാട് എരിവായ രസമാവില്ല, ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ ആ മുളക് പൊടിയുടെ ആ കുത്തുമണം എന്ന് പറയുന്നത് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കും. അതിലും തക്കാളിയൊക്കെ ഒരുവിടെ ഉടഞ്ഞ് സെറ്റായിട്ടുണ്ട്. എന്താ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ വശവും നല്ലപോലെ ഇളക്കി മറിച്ച് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിലിടുക. വലിയ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്ത് പിടിച്ച് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതിയെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയാൽ മതി. നമുക്കതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും നല്ല രീതിയിൽ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് ഇടാട്ടോ. ഞാൻ കുറച്ച് എരിവ് ഉപയോഗിക്കണമെന്നാണ് ഞാൻ കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 ഗ്ലാസ് വെള്ളം മതി ശരിക്കും. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ മീൻ കൂടുതലുള്ളതുകൊണ്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു 1 ഗ്ലാസ് വെള്ളം മതി ശരിക്കും. നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. നമ്മുടെ മീൻ അത്യാവശ്യം മുങ്ങി കിടക്കണം. മീനിൻ്റെ ഒരു ലെവലും കൂടെ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഞാൻ ഉപ്പിട്ട് കൊടുക്കണ്ട. ഒരു സ്പൂൺ ഫുള്ളില്ല, 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തത് നമ്മുടെ ആവശ്യത്തിന്. ഉപ്പ് നമ്മൾ അവസാനം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന്. എന്നിട്ട് നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ
ശരിക്കും ഇളക്കി കഴിയുമ്പോൾ തീ ഇച്ചിരി കൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. അങ്ങനെ അത് ശരിക്കും അങ്ങോട്ട് വെട്ടി തിളയ്ക്കണം. വെട്ടി അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. 2 കുടംപുളി ഇട്ടാൽ മതി. ഇത് ഇത്തിരി പുളി കുറഞ്ഞ കുടംപുളി ആയതുകൊണ്ട് ഞാൻ 2-3 ഇട്ട്. നിങ്ങളുടെ പുളി അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ കറി അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം പുളിയൊക്കെ പിടിച്ചങ്ങോട്ട് തിള വരുമ്പോൾ മീനിട്ട് കൊടുക്കാം. തിള വന്നിട്ടില്ല, ഇപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. നമുക്കപ്പോൾ മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്താ മീനിങ്ങനെ മുങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ള വെള്ളം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ മീനും ദൂരമുണ്ട്, അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചാലും പണിയാണ്. മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. നമ്മൾ കഴുകി വൃത്തിയാക്കുന്ന മീനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം അതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇത്തിരി എൻ്റെ ചട്ടി അത്യാവശ്യം ഇത്തിരി ചെറിയ ചട്ടിയാണ്, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടണതാണ് മീൻ. കൊള്ളാവുന്ന രീതിയിൽ അതിൽ ഉൾക്കൊള്ളിക്കടെയാണ്. മുങ്ങിക്കിടന്നോളൂ. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള അളവിൽ വെള്ളം എടുക്കാം കേട്ടോ. മീനിൻ്റെ മുങ്ങിക്കിടക്കണം ശരിക്കും പറഞ്ഞാൽ. മീൻ അങ്ങോട്ട് മുങ്ങി കിടന്നാലാണ് അങ്ങോട്ട് മസാലകളൊക്കെ ശരിക്കും പിടിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ ഞാൻ താത്തി കൊടുക്കുന്നുണ്ട് സ്പൂൺ വെച്ച്. എല്ലാ മസാല ഇങ്ങനെ അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്തിരി ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം ഒരു കുറച്ച് നേരം. മസാലയൊക്കെ ഇപ്പോൾ ഒരു ഇതെല്ലാം മീനും മുങ്ങി കിടപ്പുണ്ട്. എന്താ അത്യാവശ്യം എല്ലാ സൈഡിലേക്കും ആയിട്ടുണ്ട് മസാലയൊക്കെ. ഇനി കരിമീൻ അധികം വേവ് വേണ്ട, നമുക്കൊരു 10-15 മിനിറ്റ് താഴെ മതി ശരിക്കും. കരിമീൻ ഒരുപാട് വേവ് വേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇതിൻ്റെ മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. മൂടി എടുത്ത് മാറ്റി. ഇപ്പോൾ മീൻ അധികം തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിള വന്നാണ്ട. നമ്മുടെ ആ വെളിച്ചെണ്ണയും ആ മസാലകളൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്തിരി മുകളിലേക്ക് ഇരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ മസാലകൾ വന്നേക്കണേ. മീൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് തിളച്ചോളും. ഇത്ര മുങ്ങി കിടക്കാനുള്ള വെള്ളം മതി. ഒരുപാട് വെള്ളം, ഇച്ചിരി വെള്ളം കൂടുതലായിട്ടുണ്ട് എനിക്ക്, എന്നാലും കുഴപ്പമില്ല. അത് വറ്റണവരെ നമുക്ക് പറ്റിച്ചെടുക്കാം. കരിമീൻ ഒരുപാട് വേവ് വേണ്ടാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത്തിരി ഉപ്പുണ്ടോ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. ആഹാ, ഗംഭീര ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.